ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ബംഗളൂരുവിൽ റോയൽ ചലഞ്ചേഴ്സിന്റെ IPL വിജയാഘോഷത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും 8 മരണം, 50-ലേറെ പേർക്ക് പരിക്ക്. സംസ്ഥാനത്ത് ദേശീയപാത നിർമ്മാണത്തിലുണ്ടായ അപാകതകൾ പരിഹരിക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. NH നിർമ്മാണം ഈ വർഷം തന്നെ പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി. 2027 രാജ്യത്ത് സെൻസസ് നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ 2 ഘട്ടങ്ങളായാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം ഊർജിതമാക്കി സ്ഥാനാർത്ഥികൾ. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് തുടക്കമായി. പ്രധാന ചടങ്ങായ അറഫ സംഗമം നാളെ. വാർത്തകൾ വിശദമായി. റോയൽ ചലഞ്ചേഴ്സിന്റെ IPL വിജയാഘോഷത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ബംഗളൂരുവിൽ 8 പേർ മരിച്ചു. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപം നടന്ന വിജയാഘോഷ റാലിക്കിടെയാണ് സംഭവം. അപകടത്തിൽ പരിക്കേറ്റ 50-ലേറെ പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. വിവിധ ഗേറ്റുകളിലൂടെ ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് തിക്കും തിരക്കുമുണ്ടായത്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വിക്ടറി പരേഡിന് നേരത്തെ കർണാടക സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നു. സംസ്ഥാനത്ത് ദേശീയപാത നിർമ്മാണത്തിലുണ്ടായ വീഴ്ചകളിൽ ശക്തമായ നടപടി ഉറപ്പു നൽകി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം ഉറപ്പു നൽകിയത്. മലപ്പുറം, കൂരിയാട് ഉൾപ്പെടെ ദേശീയപാത നിർമ്മാണത്തിലുണ്ടായ അപാകതകൾ ആവർത്തിക്കില്ലെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. 360 മീറ്റർ വയഡക്ട് ഇവിടെ നിർമ്മിക്കും. 2025 ഡിസംബറിന് തന്നെ ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കി 2026 പുതുവത്സര സമ്മാനമായി ദേശീയപാത തുറന്നു നൽകുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. വീഴ്ചയുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കരാർ കമ്പനിയെ തുടർ പ്രവർത്തനങ്ങളിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. മറ്റെന്തെങ്കിലും തെറ്റായ പ്രവണതകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലും അതിനോട് സന്ധി ചെയ്യരുത് എന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ശരിവെച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ പരിശോധിക്കുമെന്നും ബഹുമാനപ്പെട്ട മന്ത്രി അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വരെയുള്ള NH66 പ്രവൃത്തി പൂർത്തീകരിക്കാനാകുമെന്നുള്ള അഭിപ്രായം തന്നെയാണ് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി പൊതുവെ പറഞ്ഞിട്ടുള്ളത്. ഈ പദ്ധതി 2026 പുതുവത്സര സമ്മാനമായി നാടിന് സമർപ്പിക്കാനാകും. ദേശീയപാതയുടെ ചില റീച്ചുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പദ്ധതി പൊതുവെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ സഹകരണവും സംസ്ഥാന സർക്കാർ തുടർന്നും നൽകുമെന്നും പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നും ശ്രീ മുഹമ്മദ് റിയാസ് പറഞ്ഞു. 2027 രാജ്യത്ത് സെൻസസ് നടപ്പാക്കാൻ തീരുമാനിച്ച കേന്ദ്ര സർക്കാർ 2 ഘട്ടങ്ങളിലായി നടക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഭാഗമായി ജാതി സെൻസസും നടക്കും. 2027 മാർച്ച് 1 മുതലാണ് കണക്കെടുപ്പെങ്കിലും ജമ്മു കശ്മീർ, ഹിമാചൽ, ഉത്തരാഖണ്ഡ് തുടങ്ങിയ അതിശൈത്യ മേഖലകളിൽ 2026 ഒക്ടോബർ 1 തന്നെ ഇത് ആരംഭിക്കും. 2011 രാജ്യത്ത് മുൻപ് സെൻസസ് നടന്നത്. 2021 നടക്കേണ്ടിയിരുന്ന കണക്കെടുപ്പ് കോവിഡ് മഹാമാരിയെ തുടർന്ന് നടപ്പാക്കാനായിരുന്നില്ല. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അടുത്ത മാസം 21 ആരംഭിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം നിലനിൽക്കെയാണ് തീരുമാനം. ഓഗസ്റ്റ് 12 വരെയായിരിക്കും വർഷകാല സമ്മേളനം നീണ്ടു നിൽക്കുകയെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം ഊർജിതമാക്കി സ്ഥാനാർത്ഥികൾ. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെയാണ് അവസാനിക്കുക. ഇന്നലെ നടന്ന പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയിൽ 7 പത്രികകൾ തള്ളിയ ശേഷം 18 പത്രികകളാണ് സ്വീകരിച്ചത്. LDF സ്ഥാനാർത്ഥി M സ്വരാജ്, UDFന്റെ ആര്യടൻ ഷൌക്കത്ത്, ADF സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എന്നിവർക്ക് പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവർ മത്സരരംഗത്തുണ്ട്. ഈ മാസം 19 നിലമ്പൂരിൽ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 23 നടക്കും. തിരുവനന്തപുരത്തെ സ്കൂളിൽ പ്രവേശനോത്സവത്തിൽ പോക്സോ കേസ് പ്രതിയെ പങ്കെടുപ്പിച്ച സംഭവത്തിൽ ഉചിതമായ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. സംഭവത്തിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ലഭിച്ചിട്ടുണ്ട്. സംഭവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സ്കൂൾ പ്രധാന അധ്യാപകനിൽ നിക്ഷിപ്തമാണെന്നാണ് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട്. കൊല്ലം കൊട്ടിയത്ത് മുടി നീട്ടി വളർത്തിയതിന്റെ പേരിൽ 14 +2 വിദ്യാർത്ഥികളെ ക്ലാസിൽ നിന്ന് ഇറക്കിവിട്ടു എന്ന സംഭവം അന്വേഷിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കണ്ണൂരിൽ ബസ് ചാർജ് അടയ്ക്കാത്തതിന് വിദ്യാർത്ഥിയെ ബസ്സിൽ നിന്ന് ഇറക്കിവിട്ട സംഭവത്തിലും അന്വേഷണം നടത്തും. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ ഒരു തരത്തിലും അനുവദിക്കില്ലെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി 213.43 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. ജനറൽ പർപ്പസ് ഗ്രാന്റിന്റെ 3ാം ഗഡുവാണ് അനുവദിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്ത് നിലവിൽ 4302 കോവിഡ് ബാധിതരാണുള്ളതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇതിൽ 1373 കേസുകൾ കേരളത്തിലാണ്. മഹാരാഷ്ട്രയിൽ 510 ഗുജറാത്തിൽ 461 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനങ്ങൾ ഓക്സിജൻ ലഭ്യത, ഐസൊലേഷൻ സംവിധാനം, വെന്റിലേറ്റർ സൌകര്യങ്ങൾ എന്നിവ ഉറപ്പുവരുത്തണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകുന്നേരം 5-ന് തുറന്നു. ഇടവമാസത്തിലെ അത്തം നാളായ നാളെയാണ് ശബരിമലയിലെ പ്രതിഷ്ഠാ ദിനം. നാളെ രാവിലെ 5-ന് നട തുറന്ന ശേഷം പതിവ് പൂജകൾ കൂടാതെ വിശേഷാൽ പൂജകളും നടക്കും. രാത്രി 10-നാണ് നടയടയ്ക്കുക. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് തുടക്കമായി. ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ച് ഹാജിമാർ മിനായിൽ എത്തിച്ചേർന്നു. നാളെയാണ് പ്രധാന ചടങ്ങായ അറഫ സംഗമം. ഇതിനായി രാത്രി മുതൽ ഹാജിമാർ നീങ്ങിത്തുടങ്ങും. 18 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഇത്തവണ അറഫ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. കോഴിക്കോട് ജില്ലയിൽ ICAR ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനവും കൃഷി വിജ്ഞാന കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ ക്യാമ്പയിന്റെ പേരാമ്പ്ര ബ്ലോക്ക് തല പര്യടന പരിപാടിക്ക് സമാപനമായി. പേരാമ്പ്ര, ചെറുവണ്ണൂർ, നൊച്ചാട് പഞ്ചായത്തുകളിലെ കർഷകരും ചക്കിട്ടപ്പാറ, കായണ്ണ പഞ്ചായത്തുകളിലെ കർഷകരും പരിപാടിയിൽ പങ്കെടുത്തു. ഇടുക്കിയിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ സേന പരിശോധന നടത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളായി കണ്ടെത്തിയ ദേവികുളം താലൂക്കിലെ മൂന്നാർ വില്ലേജിൽ ഉൾപ്പെടുന്ന അന്തോണിയാർ കോളനി, 26 മുറി, MG കോളനി, ലക്ഷം കോളനി, മൂന്നാർ ഗ്യാപ്പ് റോഡ്, മാങ്കുളം വില്ലേജിലെ ആനക്കുളം, പെരുമ്പംകുത്ത്, 6 മൈൽ, താളുങ്കണ്ടം, മാങ്കുളം KSEB ജലവൈദ്യുത പദ്ധതി, ആനവിരട്ടിയിലെ ദേശീയപാത, കോട്ടപ്പാറ കോളനി എന്നീ പ്രദേശങ്ങളിലാണ് NDRF സംഘം പരിശോധന നടത്തിയത്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടുന്നതിനായാണ് 33 അംഗ ദേശീയ ദുരന്ത നിവാരണ സേന ഇടുക്കിയിലെത്തിയത്. വെള്ളാപ്പാറയിലെ വനംവകുപ്പിന്റെ ഡോർമെട്രിയാണ് NDRF ബേസ് ക്യാമ്പായി പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ 27 എണ്ണം കൊല്ലം പോർട്ടിലേക്ക് മാറ്റിയതായി ജില്ലാ കളക്ടർ N. ദേവിദാസ് അറിയിച്ചു. നാശനഷ്ടം കണക്കാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. കടൽ ഭിത്തികൾ തകർന്നതിന്റെ വിവരങ്ങൾ ഇറിഗേഷൻ വകുപ്പ് ക്രോഡീകരിച്ച് നൽകണം. മീൻവല, തകർന്നുപോയ അനുബന്ധ ഉപകരണങ്ങളുടെ ഉടമകളായ മത്സ്യത്തൊഴിലാളികളുടെ വിവരങ്ങൾ എന്നിവ ഫിഷറീസ് വകുപ്പാണ് സമർപ്പിക്കേണ്ടത്. പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ നിർവഹിക്കും. രാജ്ഭവനിൽ ഫലവൃക്ഷത്തെ നട്ടുകൊണ്ടാണ് ഉദ്ഘാടനം. ഒരു തൈ നടാം ജനകീയ വനവൃക്ഷവൽക്കരണ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ക്ലിഫ് ഹൌസിൽ നിർവഹിക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ 2025 സംസ്ഥാന പരിസ്ഥിതി മിത്രം പുരസ്കാരങ്ങളും മുഖ്യമന്ത്രി നാളെ വിതരണം ചെയ്യും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 260 പോയിന്റ് നേട്ടത്തോടെ 80,998-ലും നിഫ്റ്റി 77 പോയിന്റ് ഉയർന്ന് 24,620-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ വർധന. പവന് 80 രൂപ വർദ്ധിച്ച് 72,720 രൂപയും ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 9,090 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ അഴീക്കൽ ചാൽ ബീച്ചിൽ കുളിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം കടലിൽപ്പെട്ട രണ്ടാമത്തെ യുവാവിന്റെ മൃതദേഹവും കണ്ടെത്തി. വാരം സ്വദേശി പ്രിനീഷാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാളുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയിരുന്നു. കൊട്ടാരക്കരയിൽ ഇന്നലെയുണ്ടായ തെരുവുനായ ആക്രമണത്തിൽ ഗർഭിണിയടക്കം 12 പേർക്ക് പരിക്കേറ്റു. കാൽനടയാത്രക്കാരെ കൂടാതെ ബൈക്കിലും ഓട്ടോയിലും സഞ്ചരിച്ചവരെയും നായ ആക്രമിച്ചു. കൊട്ടാരക്കര, പുലമൺ, ചന്തമുക്ക് പരിസരങ്ങളിലാണ് നായയുടെ ആക്രമണമുണ്ടായത്. കോഴിക്കോട് താമരശ്ശേരി പുതുപ്പാടിയിലെ സ്കൂളിൽ 15 വയസ്സുകാരന് സഹപാഠികളിൽ നിന്നും മർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് റിപ്പോർട്ട് നൽകി. സംഭവത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കെതിരെ സ്കൂൾ തല അച്ചടക്ക നടപടികളും സ്വീകരിച്ചതായി പോലീസ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ബംഗളൂരുവിൽ റോയൽ ചലഞ്ചേഴ്സിന്റെ IPL വിജയാഘോഷത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും 8 മരണം, 50-ലേറെ പേർക്ക് പരിക്ക്. സംസ്ഥാനത്ത് ദേശീയപാത നിർമ്മാണത്തിലുണ്ടായ അപാകതകൾ പരിഹരിക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. NH നിർമ്മാണം ഈ വർഷം തന്നെ പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി. 2027 രാജ്യത്ത് സെൻസസ് നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. 2 ഘട്ടങ്ങളായാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം ഊർജിതമാക്കി സ്ഥാനാർത്ഥികൾ. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമായി. പ്രധാന ചടങ്ങായ അറഫ സംഗമം നാളെ.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.